അപ്പോൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ ഭാഗമായ ഷിലറ്റിലാണുള്ളത്. ഇവിടെ വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റൂം കാര്യങ്ങളെല്ലാം എടുത്തു. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായിട്ടുള്ളത്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലമാണ്. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇന്നലെ ഇവിടെ ഉള്ളവരായിട്ടൊക്കെ കമ്പനിയായി. ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. എന്നോട് ഇന്ത്യയെ പറ്റിയും കേരളത്തെ പറ്റിയും ഒക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്തെ പറ്റി ഇവർ പറഞ്ഞപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് റൂം എടുത്തത്. പക്ഷെ നമുക്കുള്ള ബസ് ഇവിടുന്ന് കിട്ടത്തില്ല. അപ്പോൾ ഈ ഹോട്ടലിലുള്ള പയ്യൻ കണ്ടോ, ഇവൻ നമുക്ക് രാവിലെ ഇവിടുന്ന് സൈക്കിൾ റിക്ഷ ഓട്ടോയെ വിളിച്ചു തരാൻ ബസ്സുള്ള സ്ഥലത്തേക്ക് പോകാനാന്ന് പറഞ്ഞു. അവൻ വണ്ടി തടയുന്നുണ്ട്. ബസ് Jaflong ke bas? Kto? Na na ekla. 50 টাকা দিব হইবন। 60 টাকা হইবন। একদম। আইন কেরালাতে আইছেন চেন্নাই। তাহলে তুমি জাফলং के गेट लोको तुलिया दिबा। বিরোধী বাসে তুলবা না। गेट लोको तुलिया दिबा বলে জাফলং যাইতো। 60 रुपए है। 60 रुपए। ओके 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 थैंक यू ഓക്കെ ബൈ ഈവനിങ് ശാമേന്തേക്ക്. നമ്മൾ ആദ്യമായിട്ടോ ഒരു ഇലക്ട്രിക് ഈ ഒരു സൈക്കിളിൽ കയറുന്നത്. ഇവിടെ വന്ന പിന്നെ നമ്മളെ എല്ലാവരും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ തന്നെ പുള്ളിനോട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് പൈസ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് ക്രോസ് ചെയ്ത പാലം കേട്ടോ. ഇതാണ് ഷില്ലറ്റ് ടൗണിലേക്ക് സിറ്റിയെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ്. നമ്മൾ സിറ്റിക്ക് പുറത്തായിരുന്നു റൂം കാര്യങ്ങളെല്ലാം എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഷില്ലറ്റിൽ നിന്നും ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്ത് നമുക്ക് ബസ്സിന് പോകാനുണ്ട്. നമ്മളിന്ന് പോകുന്ന സ്ഥലത്തേക്ക്. വെറൈറ്റി കാഴ്ച എന്ന് പറയുന്നില്ല, നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ വേറിട്ടൊരു അനുഭവമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇന്നലെ ഇവിടെ ഷില്ലറ്റിൽ വന്നിട്ടാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. പുതച്ചിട്ടൊക്കെ കിടന്നുറങ്ങുന്നത്. ഇവിടെ ധാക്കയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇവിടെ മഴയുണ്ട്, അതുപോലെ കുഴപ്പമില്ലാത്ത തണുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത തണുപ്പ്, വലിയ ചൂടില്ലാന്നേ ഉള്ളൂ. നല്ല സുഖമായിട്ട് ഇന്നലെ കിടന്നുറങ്ങി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന് അടിയിലായിട്ടുള്ള ഡാൻസിങ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. മൊത്തം സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആട്ടോ ഇത്. അഭിജയക അപ്പോൾ അതേ നമ്മളെ കൊണ്ടുവന്ന് കറക്റ്റ് ബസ്സിൻ്റെ ബാക്കിലാണ് കൊണ്ടു നിർത്തി. ഇവിടുന്ന് ജഫ്ലോങ്ങിലേക്ക് ഉള്ള ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞുള്ള നമ്മൾ ഇവിടുന്ന് ബസ് കയറട്ടെ. ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉണ്ട്. ഒരു 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. നമ്മൾ ഈ ജാഫ്ലോങ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്താനായി. നമ്മളിപ്പോൾ ഉള്ള ഈ റോഡുണ്ട്, നമ്മളിപ്പോൾ പോകുന്നത് ഈ റോഡ് നേരെ പോകുന്നത് ഇന്ത്യയിലേക്ക് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ ബോർഡറിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിത് ഇവിടെ ഇറക്കി വിട്ടു. 0 പോയിന്റിലേക്ക് പോകേണ്ടവർ ഇത് ഇവിടെ നിന്നാണ് പോകേണ്ടത് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഏരിയ ആണ്. അപ്പോൾ ഞാൻ 0 പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇറക്കി വിട്ട സ്ഥലം ഇതാണ്. ചെറിയൊരു ഹിൽ സ്റ്റേഷൻ കൂടെ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ജഫ്ലോങ് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ബസ് അവിടെ വരെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഷില്ലറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം നമ്മൾ 2 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. ബസ്സിന് വന്നത് 90 ടക്കയും അവിടെ നമ്മൾ സൈക്കിൾ റിക്ഷയ്ക്ക് കൊടുത്തത് 60 ടക്കയാട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യ ബോർഡറാണ്. നമുക്ക് വരുന്ന വഴിക്ക് റോഡ് സൈഡിലെല്ലാം കല്ല് പൊട്ടിക്കുന്നത് കാണാൻ. നമ്മൾ മേഘാലയയിൽ കറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘാലയയിൽ നിന്ന് ഇങ്ങോട്ട് പാറ കല്ലുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം ബംഗ്ലാദേശിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്ന ഏരിയാസ് എല്ലാം കാണാൻ പറ്റും. കുറച്ച് ദൂരം നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് 2 റോഡ് തിരിഞ്ഞ് കാണാം. ഇതാണ് തമാബിൽ ബോർഡർ ആട്ടോ. അതായത് നമുക്ക് റോഡ് മാർഗം നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് കയറാൻ പറ്റും. ബംഗ്ലാദേശികൾക്ക് ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം. അവിടെ ഇമിഗ്രേഷന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതാണ് ജഫ്ലോങ്ങിലേക്ക് പോകുന്ന റോഡ്. ഈ പോയ ലോറിയൊക്കെ മേഘാലയ രജിസ്ട്രേഷനാണ്. അവർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് 0 പോയിന്റിലേക്കാണ്. അതായത് നമ്മൾ മേഘാലയയിൽ കറങ്ങിയപ്പോൾ കണ്ട
ദൗക്കിയിൽ ഉംകോട്ട് നദിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം നമ്മൾ പോയതാണ് മേഘാലയ കറങ്ങിയപ്പോൾ. അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇന്ത്യൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മേഘാലയയിൽ വന്ന് ദൗക്കിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉംകോട്ട് നദിയൊക്കെ നമ്മളവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ ഈ ബംഗ്ലാദേശ് സൈഡിലും ഈ ദൗക്കി ഈ ജഫ്ലോങ് ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ് ദൗക്കിയിലെ ഈ ഒരു ഭാഗം, ജഫ്ലോങ്ങിലെ ഈ 0 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റോഡ് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബംഗ്ലാദേശിലാണെന്ന് അറിയാലോ. നമുക്ക് ഇമിഗ്രേഷൻ ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ ഒന്ന് ഇന്ത്യയിലേക്ക് കയറാം. ഇവിടെ ഈ ഒരു കുന്നിൻ്റെ പുറത്തോട്ട് വന്നാൽ ഞാൻ പറഞ്ഞത് അപ്പുറത്ത് കാണുന്ന മലനിര, നമ്മൾ വരുന്ന വഴിക്കൊക്കെ മലനിരകൾ കണ്ടായിരുന്നു, അതെല്ലാം ഇന്ത്യയാണ്. ഇവിടെ ഈ കാണുന്ന കണ്ടോ, ഇത് ഫുള്ളാ കാണുന്ന മലകളെല്ലാം ഇന്ത്യ. മല മാത്രമല്ല, ഈ കുന്നിൻ്റെ പുറത്ത് ഇവിടെ ഒരു കുറ്റി കാണാം. ഇതാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറാണ്, അതായത് ഇതിൻ്റെ അപ്പുറം ഇന്ത്യയാണ്. നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് IND, ഇന്ത്യയാണ് ഈ കാണുന്നത്. അതുപോലെ ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ നിന്നും എഴുതി വെച്ചിട്ടുണ്ട്, ബംഗ്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ അവിടെ നമുക്ക് റോഡൊക്കെ കാണാം. നമ്മൾ തമാബിൽ ബോർഡർ ക്രോസ് ചെയ്ത് ദൗക്കിയിലേക്ക് കയറി പോകുന്ന റോഡാണ് ആ കാണുന്നത്. ദൗക്കി ടൗൺ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളന്ന് സ്റ്റേ ചെയ്ത സ്നോപ്പഡാങ് ഒക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് വരും കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എന്തായാലും പാസ്പോർട്ട് കയ്യിൽ കരുതണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മുടെ നാട്ടിൽ കയറിയിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ബംഗ്ലാദേശിലൂടെ അങ്ങനെ പോകാം. എന്തൊക്കെ പറഞ്ഞാലും ഇന്റർനാഷണൽ ബോർഡറാണ്, പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ റോഡ് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നദീൻ്റെ, അതായത് ഉംകോട്ട് നദീൻ്റെ തീരത്തേക്ക് നമുക്ക് എത്തും കേട്ടോ. പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ സ്ത്രീകൾ മേയ്ക്കാനും ആടിനെ മേയ്ക്കാനൊക്കെ ആയിട്ട് ഇന്ത്യയിലേക്കാണ് കയറുന്നത്. ഇവർക്കൊന്നും കുഴപ്പമില്ല, ലോക്കൽസിനൊന്നും കയറുന്നു. ഇവിടെ ഒന്നും അങ്ങനെ ആർമിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ബോർഡർ ലൈൻ പോകുന്നത് ഇതിലേ ആന്നേ ഉള്ളൂ. മേഘാലയയിലെ ജയന്തിയ ഹിൽസ് എല്ലാം പൊളിച്ചിട്ടാണ് കല്ല് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കല്ല് പൊടിച്ച് മെറ്റിലാക്കിയിട്ട് അത് ഇവിടുത്തെ ബംഗ്ലാദേശ് ലോറിയിൽ കയറ്റി ഉള്ളിലേക്ക് ബംഗ്ലാദേശിൻ്റെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. ഇവിടുന്ന് ഇപ്പോൾ മെറ്റൽ ലോഡ് ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് ടൂറിസ്റ്റുകൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ കാണാൻ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. എന്നോട് അവരെല്ലാം പറഞ്ഞത് വീക്കെൻഡ് ഒഴിവാക്കണം എന്നാണ്. വീക്കെൻഡിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ ബുധനോ വ്യാഴം കണ്ടാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. വെള്ളി ശനിയാണ് ഇവിടുത്തെ വീക്കെൻഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പുറത്തേക്ക് പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്നത് വെള്ളി ശനിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഇലക്ട്രിക് ടോട്ടോ വണ്ടികളൊക്കെ കാണാം. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററുള്ളൂ ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോയാൽ മതി, വണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ജഫ്ലോങ് വ്യൂ റെസ്റ്റോറൻറ്റ്, അതേപോലെ റിസോർട്ടുകൾ, ഇഷ്ടം പോലെ കടകൾ കാര്യങ്ങളെല്ലാം ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് നമുക്കിത് ഇവിടുന്ന് ദൗക്കി ആ ഒരു ടൗണിൻ്റെ വൃത്തിക്കുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ കാണുന്ന അവിടെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ കാണാം. മേഘാലയയിലെ ദൗക്കിയാണ് ആ കാണുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് കാണാം. അതിലേക്ക് നമ്മൾ വണ്ടി കൊണ്ട് ഒത്തിരി തവണ പോയതാണ് നമ്മുടെ വണ്ടി കൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇറങ്ങി പോകാൻ താഴേക്ക്, ആ കാണുന്നതാണ് ഉംകോട്ട് നദി. താഴേക്ക് ഇറങ്ങുന്ന വഴിയിൽ മൊത്തം കടകൾ കാണാം. രാവിലെ ഇപ്പോൾ കടകൾ കാര്യങ്ങളെല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്ന ടൈമല്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ കണ്ടിട്ട് ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ നദീൻ്റെ കരക്കെത്തി. നമ്മൾ ദൗക്കിയിലും ഉംകോട്ട് നദിയിൽ ബോട്ടിങ് ചെയ്യുന്ന പോലെ ഇവിടെയും ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇട്ട് വന്നത് പണിയായോ എന്നൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നദി ക്രോസ് ചെയ്യേണ്ടി വരും, നടന്ന് ക്രോസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അന്ന് നമ്മൾ ദൗക്കിയിലൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്, ഈ ദൗക്കി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് സൈഡിലാണ് മെയിൻ ടൂറിസം. നമ്മുടെ അവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടെങ്കിലും കടകൾ കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ തോണികൾ കാണാം. ഇതൊന്നും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ളതല്ല. ഇവിടെ എല്ലാം മേൽക്കൂരുള്ള ടൈപ്പ് ബോട്ടുകളാണ്. അതൊക്കെ അവിടെ കാണാം കേട്ടോ. ഇഷ്ടം പോലെ കടകളാട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ടെമ്പററി കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത്, ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഇതിൽ നദിയിലൂടെ നടത്തുന്നത് ഇതുപോലുള്ള ബോട്ടുകളാണ്. ഇതിനകത്ത് ഒത്തിരി പേര് പോകും. മറ്റേ നമ്മുടെ അവിടെ ചെറിയ തോണികളാണ്. ഇതിനിങ്ങനെ മേൽക്കൂരയൊക്കെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ രാവിലെ ഇവർ ഇവിടെ എടുത്ത് മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടില്ലേ, ലൈഫ് ജാക്കറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഉംകോട്ട് നദി ഇവിടെ എത്തുമ്പോൾ ഇതിന് ഗോയാങ് എന്നാണ് ഈ ഒരു നദീൻ്റെ പേര്. ബോർഡർ മാറുമ്പോൾ പേരും മാറുമല്ലോ എല്ലായിടത്തും. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ കിടക്കുന്നതാണ്. അവിടെയൊക്കെ ഇവിടുത്തെ കുട്ടികൾ കുളിക്കുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആൾക്കാർ കുളിക്കാനും ഇവിടെ ബോട്ടിങ് നടത്താനൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അതുപോലെ ഇവിടെ ബംഗ്ലാദേശിൻ സൈഡിൽ ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മൾ ദൗക്കിൽ വന്നപ്പോൾ കണ്ടതാണ്. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. അവരിങ്ങനെ ക്യാമറയോട് ഇങ്ങനെ ചോദിച്ച് നടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ബോർഡർ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതിലേ പോയിട്ട് അതിലേ ഇങ്ങനെ ക്രോസ് ചെയ്തതിൻ്റെ മണ്ടക്കൂടെ വേണം. ഇങ്ങനെയാണ് പോകേണ്ടത്. അതിൽ ആൾക്കാരൊക്കെ പോയവരെല്ലാം തിരിച്ചു വരുന്ന കാണാം. ബംഗ്ലാദേശിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ വരികയാണെങ്കിൽ ഈ ദൗക്കി ബോർഡർ ഒന്ന് വന്ന് കാണണമെന്ന്. അന്ന് നമ്മൾ ദൗക്കിയിലേക്ക് വന്ന് നിന്നപ്പോൾ ബോർഡർ ക്രോസ് ചെയ്താൽ അപ്പോൾ അവർ വിസിലടിക്കും ആർമിക്കാർ. നമ്മളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ആൾക്കാരെ മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രശ്നമല്ല. അപ്പുറത്ത് പിടിച്ചാൽ നമ്മൾ ഇന്ത്യൻ, ഇപ്പുറത്ത് പിടിച്ചാൽ നമ്മുടെ വിസയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഔട്ട് അടിക്കാണ്ട് നമുക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ അപ്പുറം ക്രോസ് ചെയ്യാനാണ് നമുക്ക് പണി കിട്ടിയത്. ഇവിടുത്തെ ചെറിയൊരു തോട് പോലെ ചെറിയൊരു സ്ട്രീം മേലെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഷൂ അഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഷൂ അഴിക്കുക, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല കേട്ടോ. മേലെ കൂടെ ഒന്നും ക്രോസ് ചെയ്യാൻ ഇവിടെ ഒരു പാലോ ഒന്നുമില്ല. എല്ലാവരും അതിനകത്തോടെ തന്നെ ഇറങ്ങി തന്നെയാണ് വരുന്നത്. നമ്മളിത് ആദ്യം പോയത് അവിടെയാണ്. അവിടെ നമ്മൾ പിന്നെ ബാക്കി പോയിട്ടാണ് തിരിച്ച് ഈ ഒരു ഭാഗത്ത് കയറി വന്നത്. ഇവിടെ നമുക്കൊരു ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ആ ഒരു കുറ്റി കാണാം. ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറം ഇന്ത്യയാണ്, ഇത് ബംഗ്ലാദേശ്. ഇവിടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ഇതിനകത്തോടൊക്കെ കയറി അങ്ങോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. ഇവിടെ നമുക്കിത് ബീച്ച് സൈഡിലൊക്കെ കിടക്കുന്ന പോലെ കിടക്കാനുള്ള ഒരു സീറ്റ് സംഭവം എല്ലാം ഉണ്ട്. അതേപോലെ ഇത് നീന്താൻ വേണ്ടിയിട്ട് ട്യൂബ് വേണമെന്നുള്ളവർക്ക് ട്യൂബ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതിലെ അപ്പുറം കയറാതിരിക്കാൻ ഇവിടെ ഇന്ത്യൻ്റെ BSF നിൽപ്പുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തൂടെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇതിലെ കാട്ടിക്കൂടൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് BSFന്റെ ഓഫീസർമാരുണ്ട് കേട്ടോ. ഇതിന് മേലെ കാണുന്ന 2 പോസ്റ്ററുകളുണ്ട്. അതൊക്കെ ഇന്ത്യൻ BSFകാരുടെ കേട്ടോ. അവർ നിൽക്കുന്നതാണ്. അതുപോലെ അവിടെ റോഡ് കാണാം. അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് ദൗക്കിയിലേക്ക് ഇറങ്ങുക. എനിക്ക് തോന്നിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കൂട്ടിയിട്ട് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ആകെ മാറി കേട്ടോ. ഇങ്ങനെ അല്ലായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ. ഈ കാണുന്ന സ്ഥലം കണ്ടോ? അപ്പുറത്ത് കാണുന്ന ആ സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇറങ്ങി വന്നത് അപ്പുറം കാണുന്ന ബോട്ടുകളൊക്കെ ഇന്ത്യൻ്റെയാണ്. അപ്പുറം കാണുന്ന ആൾക്കാരൊക്കെ അവിടുന്ന് വന്നവരാട്ടോ. അതുപോലെ ഷില്ലോങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡാണ് കേട്ടോ ആ കാണുന്നത്. അതിലെ വന്ന് ഇതിലെയാണ് വഴി കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈ ബോർഡർ ഇവിടെ ഒരു കല്ലുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ബോർഡർ. ഇതിനപ്പുറം ബംഗ്ലാദേശ്, ഇപ്പുറം ഇന്ത്യയാണ്. ഇതിനപ്പുറം നമ്മളോട് പോകരുതെന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കൂടി ഇവിടെ സ്ഥലമൊന്നും ഇല്ല. പക്ഷേ ബോട്ടിങ് ചെയ്യാം. അതുപോലെ വെള്ളവും ക്ലിയർ അല്ല. മഴക്കാലത്ത് ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു ക്ലിയർനെസ് കിട്ടത്തില്ല കേട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം വെള്ളം കയറി കരയൊന്നും ഇല്ലാണ്ടായി കിടക്കുകയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ മേഘാലയയിൽ ഇപ്പം മഴേൻ്റെ ടൈം ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ കുറവായിരിക്കും. പിന്നെ ആൾക്കാർ വരുന്നത് ഈ സൈഡാട്ടോ, ബംഗ്ലാദേശിൻ്റെ ഈ സൈഡാണ് ആൾക്കാർ വരുന്നത്. ഇവരൊക്കെ ഇത് ബോട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയവരാണ്. അന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇന്ത്യൻ്റെ BSFകാരും അതേപോലെ ബംഗ്ലാദേശിൻ്റെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഇവർ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അതിനപ്പുറം പോകരുത്, ഈ കാണുന്നതാണ് ബോർഡർ, ഇതിനപ്പുറം പോകരുത്, അത് ഇന്ത്യയാണെന്ന് പറയും. ഇവിടെ മേലെ പോസ്റ്റിൻ്റെ ഉള്ളിൽ BSFകാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഞാനിതൊരു ആഗ്രഹത്തിന് പുറത്ത് വന്നാണ്. ബംഗ്ലാദേശ് വരികയാണെങ്കിൽ ഇവിടെ ഷില്ലറ്റിൽ വന്നിട്ട് ദൗക്കി ഒന്ന് ഈ സൈഡിൽ നിന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം വെള്ളം കൂടി പോയതാണ്. ആ ഒരു സീനായി പണ്ടത്തെ ആ ഒരു ലുക്കൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ്. അതുപോലെ ഇവിടെ നല്ല ചൂടാണ്. ഇവിടുന്ന് ദൗക്കിന്ന് ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്ന ഈ റോഡ് ഒരു 20 കിലോമീറ്റർ മേലേക്ക് കയറി കഴിഞ്ഞ് 20 വേണ്ട ഒരു 15 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ തന്നെ ഈ കാലാവസ്ഥ മൊത്തത്തിൽ മാറും. മേഘാലയ അറിയാമല്ലോ, നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ മേഘാലയയിലെ ഷില്ലോങ്ങിലായിരുന്നു ഒരാഴ്ച സ്റ്റേ ചെയ്തത്. നമ്മുടെ വിസ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അവിടെയൊക്കെ നല്ല തണുപ്പും മഴയൊക്കെ ആയിരിക്കും. ഈ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടാട്ടോ. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ വന്നിട്ട് പുഴയിലേക്ക് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പുറത്ത് നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ, ദൗക്കി ടൗൺ ആണ് ആ കാണുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അവിടുന്ന് മേലെ നിന്ന് BSF വരെ നോക്കുന്നുണ്ട്. നമ്മൾ ഈ മേഘാലയയിൽ നിന്ന് വരുമ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ആ ഒരു ഗ്യാപ്പിലാട്ടോ. സംഭവം ഇത്രയും വെയിലും ചൂടുമായിട്ടും ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ചുകൂടെ തിരക്ക് കൂടും. നമ്മളോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഉള്ള ഏരിയയാണ്, ബോർഡർ ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ ഷില്ലറ്റിൽ നിന്ന് രാവിലെ വന്നത് കണ്ടിട്ട് ഇരുട്ടാവുന്നതിന് മുന്നേ തിരിച്ച് ഷില്ലറ്റിലേക്ക് തന്നെ എത്തണം. ഇങ്ങനെ ഉള്ള ഏരിയയിലൊന്നും നമ്മൾ രാത്രി അല്ലെ വൈകുന്നേര സമയങ്ങളിലൊന്നും കറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പലരും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോകുന്നത്. അപ്പോൾ മൊത്തം 150 ടക്ക ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിനും അവിടെ റിക്ഷയോ എല്ലാം കൂടെ ആയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ച് ഷില്ലറ്റിൽ നിന്ന് ബസ് ഡയറക്റ്റ് കിട്ടുമെങ്കിൽ നമുക്ക് 90 ടക്ക മതി ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് പോകാൻ. ഇവിടെ പിന്നെ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മേഘാലയ വന്നിട്ട് ദൗക്കി കണ്ടവർക്ക് പിന്നെ ഇത് കാണാൻ മാത്രമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചൂട് കാരണം ഞാൻ ഇവിടെ വന്ന് ഇരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മുടെ നാടിൻ്റെ കാഴ്ചയെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷില്ലറ്റിൽ നിന്നും ഇവിടെ വന്നിട്ട് ദൗക്കിൻ്റെ ഒരു ഭാഗം കാണാം. വിന്ററിലായിരിക്കും ഒന്നുകൂടെ നല്ലത്. വിന്റർ ഭാഗത്ത് ബംഗ്ലാദേശ് വരികയാണെങ്കിൽ ഇത്ര ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സംഭവം അപ്പുറത്തുള്ളത് അറിയാലോ, മേഘാലയയിലെ ജൈന്ത്യ ഹിൽസ് ആണ്. ജൈന്ത്യ ആ ഒരു കൾച്ചറിൽ പെടുന്ന ആൾക്കാരാണ്, ജൈന്ത്യ ഭാഷ സംസാരിക്കുന്നവരാണ്. അവരുടെ അതേ ആൾക്കാർ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ബംഗ്ലാദേശിൻ്റെ
ഈ ഒരു ജഫ്ലോങ് ഭാഗത്തും കുറേ പേരുണ്ട്. കാസി കൾച്ചറുള്ളവരുണ്ട്, ജയന്തിയ കൾച്ചറിലുള്ളവരുണ്ട്. സംഭവ വിഭജനം വന്നപ്പോൾ ഇങ്ങനെ മുറിച്ച് പോയെന്നേ ഉള്ളൂ. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഉള്ളത് കേട്ടോ. കൂടുതലും ഞാൻ തുടക്കത്തിൽ പറയുന്നത് ജഫ്ലോങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ്. ഈ ഒരു ഇന്ത്യൻ്റെ ബോർഡറിന് അടുത്തായതുകൊണ്ട് ഇവിടെ കൂടുതലും ടീ പ്ലാന്റേഷനും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഉള്ളിലോട്ട് മാറിയിട്ട് നമുക്ക് വരുന്ന വഴിക്കൊക്കെ കുറേയൊക്കെ കാണാം. റോഡ് സൈഡിൽ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു ഷില്ലറ്റാണ് ബംഗ്ലാദേശിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഷില്ലറ്റ് ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ബോർഡർ ദൗക്കി ബോർഡർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ത്യയിൽ നിന്ന് കണ്ട ഒരു സ്ഥലം ബോർഡർ നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടുന്ന് പോയിട്ടൊന്ന് കാണാൻ ആ ഒരു മോഹം അങ്ങ് തീർത്തിട്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 10 ആയിട്ടുള്ളൂ. നമുക്ക് നേരെ ചെന്നിട്ട് ബസ് ഇറങ്ങിയെടുത്തുനിന്ന് തന്നെ നമുക്ക് ജഫ്ലോങ്ങിൽ നിന്ന് ഷില്ലറ്റിലേക്ക് പോകുന്ന ബസ് കിട്ടും. അതിന് കയറി 2 മണിക്കൂർ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ഷില്ലറ്റ് എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ബംഗ്ലാദേശിൻ്റെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.